പണ്ട് 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ തിരുവിതാംകൂറിൽ യുഗപ്രഭാവത്തോടുകൂടി ഒരു സന്യാസി വൈദ്യൻ വസിച്ചിരുന്നു. നാട്ടിൽ നടമാടിയിരുന്ന ജാതി വിവേചനങ്ങളിലും ചൂഷണത്തിലും മനംനൊന്ത് അദ്ദേഹം അതിനെല്ലാം പൊളിച്ചെടുക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുറക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെക്കു വടക്ക് ചുറ്റി നടന്ന അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഈ ഭൂമിയിൽ സാമൂഹികവും സാമ്പത്തികവുമായ വലിയൊരു നവോത്ഥാനത്തിന് തന്നെ കാരണമാകുന്നു. ോളം സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിഞ്ഞിരുന്നവരെ അദ്ദേഹം അതിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി. അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ച ആ യുഗപുരുഷന്റെ പേര് ശ്രീനാരായണ ഗുരു എന്നായിരുന്നു. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ കുറിച്ചാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ 1856 ഓഗസ്റ്റ് 23 മാടനാശാൻ എന്നു പേരുള്ള അധ്യാപകന്റെയും ഭാര്യ കുട്ടിയമ്മയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളവനായിട്ടാണ് ഗുരു ജനിക്കുന്നത്. നാരായണൻ എന്ന് പേരിട്ട കുഞ്ഞിനെ ബാല്യത്തിൽ മാതാപിതാക്കൾ സ്നേഹത്തോടെ നാണു എന്ന് വിളിക്കുന്നു. അയിത്തവും തൊട്ടുകൂടായ്മയും ബാല്യം തൊട്ട് ഗുരു അംഗീകരിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി കുന്നംപിള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ ചേരുന്നു. അവിടെ അന്ന് കുട്ടികൾക്ക് ജാതി നോക്കിയാണ് ഇരിപ്പിടം ക്രമീകരിച്ചിരുന്നത്. കൂടിയ ജാതിക്കാർക്ക് പലക, അടുത്ത കീഴിലുള്ളവർക്ക് പനമ്പായ, ഏറ്റവും താഴെയുള്ളവർക്ക് മെടഞ്ഞ ഓല, ഇങ്ങനെയാണ് ഇരിപ്പിടം ക്രമീകരിച്ചിരുന്നത്. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം നാണു പലകയിൽ കയറിയിരിക്കുന്നു. അത് കണ്ട മേൽജാതിക്കാരായ കുട്ടികൾ മെടഞ്ഞ ഓലയാണ് നിനക്കുള്ളത്, അവിടേക്ക് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നു. എതിർക്കാൻ നിൽക്കാതെ ആ ഓലയിലേക്ക് മാറിയിരുന്ന ശേഷം നാണു ചോദിക്കുന്നത് ശ്വാസം ഏത് ഭാഗത്തു നിന്ന് എടുക്കണമെന്നാണ്. അതോടെ ഉത്തരം മുട്ടുന്ന കുട്ടികൾ ആശാനോട് ചെന്ന് വിവരം പറയുന്നു. കുട്ടികളുടെ പരാതി കേട്ട രാമൻപിള്ള ആശാൻ, ഞാൻ അവനെ നിയന്ത്രിച്ചോളാം, നിങ്ങൾ അതിൽ ഇടപെടേണ്ട, അവൻ ഇഷ്ടമുള്ളിടത്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിൽ തിരിച്ചെത്തിയ നാണു വീട്ടിലെ കിഴക്കേ അറ്റത്ത് ഒരു കുഴിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങുന്നു. സമയത്ത് തന്നെ അദ്ദേഹം തന്റെ ഗ്രാമത്തിലെ പുലയരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെമ്പഴന്തി പ്രദേശങ്ങളിൽ അദ്ദേഹം നാണു ആശാൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് തന്നെ സന്യാസി മാർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു ത്വര നാണു ആശാന് ഉള്ളതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഈ ധ്യാനത്തിലിരിപ്പ് കാണാനിടയായ നാട്ടുകാരിൽ ചിലർ സൂക്ഷിച്ചില്ലെങ്കിൽ മകൻ സന്യാസിയായി പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിപ്പിക്കണം എന്ന് പറയുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് ലൗകിക സുഖങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണു ആശാന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകന്നാലോ എന്ന് കരുതി വീട്ടുകാർ നാണുവിന് വേണ്ടി ഒരു വധുവിനെ കണ്ടെത്തുന്നു. മാടനാശാന്റെ സഹോദരിയുടെ മകൾ കാളി തന്നെയായിരുന്നു അവർ കണ്ടെത്തിയ വധു. അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് വരന്റെ സഹോദരി വധുവിന് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നതായിരുന്നു വിവാഹത്തിലെ പ്രധാന ചടങ്ങ്. ഈ വിവാഹത്തോട് നാണു സഹകരിക്കുന്നില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. 1882 നാണു ആശാനും കാളിയമ്മയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. എന്തായാലും താൻ വിവാഹിതനായി എന്ന വിവരം നാണു ആശാൻ അറിയുന്നത് സഹോദരി പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയ ശേഷമാണ്. ഈ വിവരം അറിഞ്ഞ അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ
വിവാഹം കഴിച്ചവനായി മാറ്റിയിരിക്കുന്നു എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുന്നു. നടന്ന അന്ന് വൈകുന്നേരം തന്നെ നാണുവാസൻ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുന്നത്. അദ്ദേഹം എല്ലാവരെയും വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ പറയുന്നു. അത് ഇങ്ങനെയാണ്: ലോകത്ത് ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായിട്ടാണ് ജനിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് നാണുവാസൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അതോടെ ആ വിവാഹം തനിയെ വേർപെട്ട് പോവുകയും ചെയ്തു എന്നാണ് ഡോക്ടർ MK സാനു എഴുതിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാണുവാസൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവിതം അടുത്തു നിന്ന് തൊട്ടറിയുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന കാലത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ എതിർക്കുവാൻ വന്നവരോട് ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്: ശിവപ്രതിഷ്ഠ നടത്താൻ ഈഴവനെന്ത് അധികാരം? എങ്കിൽ നാം ഒരു ഈഴവ ശിവനെയാ പ്രതിഷ്ഠിച്ചത് എന്ന് കരുതിക്കൊള്ളൂ. ഇതിനുശേഷം ഗുരു വിവിധ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ദൈവങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് അവമാനിക്കുന്നത് കണ്ടപ്പോൾ, മനുഷ്യനെ വേർതിരിക്കാൻ ദൈവങ്ങളെ കരുവാക്കുന്നത് കണ്ടപ്പോൾ, ക്ഷേത്രധർമ്മം എന്തെന്ന് കാണിക്കുവാനാണ് അവയെല്ലാം ഗുരു സ്ഥാപിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ തത്വം ആയിരിക്കണം ജനങ്ങൾ പിന്തുടരേണ്ടത് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇല്ലാത്ത ജാതി ഉണ്ടാക്കിയതും അതിന്റെ പേരിൽ തീണ്ടലും തൊടിയിലും നടപ്പിലാക്കിയതിലും ശുചിത്വമില്ലായ്മ വലിയൊരു കാരണമാണ്. അതുകൊണ്ട് കുളിച്ച് ശുദ്ധിയായി നടക്കൂ, ജാതി പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മീകവും ഭൗതികവും രണ്ടും രണ്ടല്ല, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നും ഗുരു പറയുന്നു. ബഹുഭർത്തൃത്വം, മരുമക്കത്തായം എന്നിവ അശാസ്ത്രീയവും നിർത്തലാക്കേണ്ടതുമാണ് എന്ന് ഗുരു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ശൈശവവിവാഹവും നിർത്തലാക്കപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുകയും ആവശ്യകത ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഗുരു SNDP എന്ന സംഘടന സ്ഥാപിച്ചത്. മദ്യവർജനം നടപ്പിലാക്കണമെന്ന് ഗുരു എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. തൊഴിലിനെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ഇവയാണ്: ചെത്തുകാരുടെ ഒരു ജാതിയും ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ടോ? തൊഴിൽ വിഭജിച്ച് അതിൽ കൂടി ജാതി ഉണ്ടാക്കി ആ ജാതി മനുഷ്യരെ തമ്മിൽ കണ്ടുകൂടാത്തവരാക്കി, തൊട്ടുകൂടാത്തവരാക്കി, ദാഹിച്ചാൽ വെള്ളം വാങ്ങി കുടിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ? മതത്തിന്റെയും ജാതിയുടെയും പേരിൽ അകറ്റി നിർത്തിയവർക്ക് വേണ്ടി ഗുരുദേവൻ പണിത ക്ഷേത്രങ്ങളിൽ പോലും പിൽക്കാലത്ത് ജാതി വിഭജനം നിലനിൽക്കുന്നതായി ഗുരു അറിയുന്നു. ഇതിൽ ഗുരു വളരെയേറെ ദുഃഖിതനായിരുന്നു. അതുപോലെ തന്നെ ഗുരുവിന്റെ പേരിലെ സ്വത്തുക്കളെ സംബന്ധിച്ച് SNDP യോഗവും സ്വാമിമാരും തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിലൊക്കെ ദുഃഖിതനായ ഗുരു സിലോണിലേക്ക് യാത്രയായി. വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രതിഷ്ഠ നടത്തണം എന്ന് പറഞ്ഞ് ഭക്തർ എത്തുന്നു. അദ്ദേഹം അവിടെ ചെന്ന് അവരോട് പറഞ്ഞത്: നിങ്ങൾ നിങ്ങളെ കാണുക, കണ്ടറിയുക, നിങ്ങൾ അന്വേഷിക്കണം ദൈവം നിങ്ങളിൽ തന്നെയുണ്ട് എന്നും പറഞ്ഞ് കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. മഹാത്മാഗാന്ധി 1925 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്നേഹവും സമത്വവും പ്രചരിപ്പിക്കുന്ന മഹാത്മാവായി വിശേഷിപ്പിച്ചു. വാക്കുകൾ:
ഗുരുവിന്റെ ആത്മീയതയ്ക്കും വ്യക്തിത്വത്തിനുമുള്ള ആദരവിന്റെ തെളിവായി. ദേവീന്ദ്രനാഥ ടാഗോറിന്റെ മനം സ്പർശിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഗുരുവിന്റെ ലളിതമായ ജീവിതവും ശുദ്ധമായ സ്നേഹവും സമത്വവും അദ്ദേഹത്തെ ആകർഷിച്ചു. ടാഗോർ ഗുരുവിനെ ഋഷി എന്ന് ആദരവോടെ വിളിച്ചു. ടാഗോറിനും ഗുരുവിനും തമ്മിലുള്ള ആത്മബന്ധം പരസ്പരം ആദരവും അംഗീകാരവും നിറഞ്ഞായിരുന്നു. ഗുരു സമാധിയായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വർത്തമാനകാലത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും. നാരായണ ഗുരുവിന്റെ ജീവിതം ഒരു ധാർമ്മിക അതിവിശുദ്ധമായ യാത്രയാണ്. അദ്ദേഹം ആധുനിക സമൂഹത്തിന് നൽകിയ പ്രചോദനവും ആർക്കും പകരം വെക്കാനാവാത്ത മഹത്വവും കൊണ്ട് ഇന്നും നമുക്കൊരു പാഠമാകുന്നു. ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.